ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അറസ്റ്റിലായിരിക്കുന്നു. ഇന്നലെ രാത്രി 10 മണിക്കാണ് പെരുന്നയിലെ വീട്ടിൽ വെച്ച് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കേസിലെ 2ാം പ്രതിയാണ് മുരാരി ബാബു. വൈദ്യപരിശോധനയ്ക്കായി ഇപ്പോൾ മുരാരി ബാബുവിനെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, തുടർ നടപടികൾ ഏത് രീതിയിലായിരിക്കും? വിവരങ്ങൾ. അശ്വതി, കഴിഞ്ഞ ദിവസമായിരുന്നു ഇദ്ദേഹത്തെ വീട്ടിൽ വെച്ച് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. തുടർന്ന് ഈ നിമിഷം വരെ, കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് വരെ ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. അതിനു മുൻപ് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. രാവിലെ തന്നെ ഈ ഇത്തരത്തിൽ വൈദ്യപരിശോധനകൾക്ക് ശേഷം റാന്നിയിലെ ഹോസ്പിറ്റലിലേക്ക്, റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ പിന്നീട് ചോദ്യം ചെയ്യൽ നീളുകയായിരുന്നു. ഈ ക്രൈംബ്രാഞ്ച് ADGP അടക്കം വെങ്കടേഷ് അടക്കം ഇവിടെ എത്തി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. പിന്നെ മറ്റ് ഇത്തരത്തിലുള്ള SP ശശിധരൻ ഉൾപ്പെടെയുള്ള ഈ അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇത്തരത്തിലുള്ള മുഴുവൻ വിവരങ്ങളും സ്വീകരിച്ചതിന് ശേഷം ഈ കോടതിയിൽ എത്തിക്കാമെന്ന തരത്തിലായിരുന്നു പോലീസിന്റെ ഒരു നിഗമനം. അതായത് ഇത്തരത്തിലുള്ള ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലും പിന്നെ അദ്ദേഹത്തെ ഒരുമിച്ച് നിർത്തിയും ഉള്ള ചോദ്യം ചെയ്യലുകളും മറ്റുമായിരുന്നു പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ വിശദാംശങ്ങളും ഇത്തരത്തിൽ രേഖപ്പെട്ടതിന് ശേഷം കോടതിയിൽ ഹാജരാക്കി പിന്നീട് റിമാൻഡിൽ എടുക്കുവാനാണ് തീരുമാനമുണ്ടായത്. ഇനി ഈ വൈദ്യപരിശോധനകൾക്ക് ശേഷം ഇവിടെ നിന്നും റാന്നിയിലെ കോടതിയിലേക്ക് എത്തിക്കാനാണ് സാധ്യത. അല്ല എങ്കിൽ മജിസ്ട്രേറ്റിന് വീട്ടിലേക്ക് എത്തിച്ച് അവിടെ നിന്നും റിമാൻഡ് നേടിയെടുക്കാനായിരിക്കും പോലീസിന്റെ അടുത്ത നീക്കം. അശ്വതി, മുരാരി ബാബുവിനെ വൈദ്യപരിശോധനയ്ക്കായി എത്തിച്ചിരിക്കുകയാണ്. സാരംഗ്, നമുക്കറിയാം ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശേഷം അറസ്റ്റിലാകുന്ന 2ാമത്തെ ആളാണ് മുരാരി ബാബു. അതുകൊണ്ട് തന്നെ ഇയാളിൽ നിന്ന് ഇത്രയും അധികം ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീണ്ടു. സാരംഗ് പറഞ്ഞതുപോലെ കൂടുതൽ അറസ്റ്റ്, അതാണ് ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത്. ആരിലേക്കൊക്കെ അന്വേഷണം എത്തും, ആരുടെയൊക്കെ പേരുകൾ ഈ മുരാരി ബാബുവിൽ നിന്ന് ലഭിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതല്ലേ സാരംഗ്? തീർച്ചയായും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഒരു സ്പോൺസർ മാത്രമാണ്. ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ സർവീസിലുണ്ടായിരുന്ന ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അദ്ദേഹം വിജിലൻസിന്റെ അന്വേഷണത്തിൽ തന്നെ സസ്പെൻഷൻ നേരിട്ടിരുന്നു. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ ഒരു ക്രമക്കേടിൽ അദ്ദേഹം പങ്കാളിയായി എന്ന കണ്ടെത്തൽ വിജിലൻസിന് തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആ കണ്ടെത്തൽ കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇത്തരത്തിൽ ഇയാളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന 2 മറ്റുദ്യോഗസ്ഥരടക്കം ഇതേ ആരോപണം നേരിട്ടിരുന്നു. അവർ ഇപ്പോൾ സർവീസിലില്ലാത്തതുകൊണ്ട് വിജിലൻസിന് നടപടികൾ നേരിട്ടിരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ അവരുമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കാരണം ഈ ഒരു ശബരിമലയിലെ സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് ഒരു സ്പോൺസർക്ക് അത്ര എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നല്ല. അത് ഉദ്യോഗസ്ഥരുടെ വലിയ ഒരു സഹായം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സംഘത്തിനും ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് ഏത് തരത്തിലാണ് ഈ ഒരു മുരാരി ബാബുവിനടക്കം എവിടെ നിന്നാണ് നിർദ്ദേശം നൽകിയത്, ഏത് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളി ചെമ്പുപാളി ആണെന്ന തരത്തിൽ രേഖകൾ ചമച്ചത് എന്നതൊക്കെ പുറത്തു വരേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമായിരിക്കണം. കാരണം കൂടുതൽ ഉദ്യോഗസ്ഥർക്കും ഉന്നതരിലേക്കും ഈ അന്വേഷണം എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവരിലേക്കെല്ലാം ഇത്തരത്തിൽ ബന്ധപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് മുരാരി ബാബു. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ അറസ്റ്റ് നടപടികൾ അധികം വൈകാതെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇനി ഈ ഒരു സ്പോൺസറെയും ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്ത് അതിനുശേഷം ഈ സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അതായത് അവരുടെ ജീവനക്കാരെയും പിന്നെ ഉടമയെ അടക്കം ചോദ്യം ചെയ്യാനുള്ള നീക്കം ഈ ഒരു അന്വേഷണ സംഘം നടത്താൻ സാധ്യതയുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ഒരു സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്മാർട്ട് ക്രിയേഷന്റെ ഉടമയെ അടക്കം ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഇതൊരു അത്ര ചെറിയ ഒരു സംഘം കൂടിച്ചേർന്ന് ഉണ്ടാക്കിയ ഒരു ക്രമക്കേടല്ല. കാരണം കൃത്യമായൊരു നിർദ്ദേശം, കൃത്യമായി ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് കോടതിയുടെ മുൻപിൽ എത്തിക്കുക എന്നതാണ് ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. വലിയൊരു കാലയളവിൽ നടന്ന ക്രമക്കേടായതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് പോലീസിനെ. അതുകൊണ്ട് തന്നെ ഈ ഒരു അറസ്റ്റിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് സാരംഗ്, മറ്റൊരു കാര്യമുള്ളത്, ഇത് ഏത് തലത്തിലേക്ക് ഈ അന്വേഷണം നീങ്ങുന്നു എന്നുള്ളതാണ്. ഓരോരുത്തരെയായി അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സ്പോൺസർ മാത്രമായിരുന്നു എന്ന് സാരംഗ് പറഞ്ഞല്ലോ. അതുപോലെ അല്ല, ഇതിപ്പോൾ ദേവസ്വം ബോർഡിന് കുരുക്കുമുറുകുന്നു എന്ന് തന്നെ പറയാവുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ മുരാരി ബാബു പറഞ്ഞ പേരുകൾ ഇപ്പോഴും അവിടെ ഉള്ളവരാണോ എന്നതടക്കമുള്ള വലിയ ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ഇത് ആരൊക്കെ ഏതൊക്കെ ഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചത് എന്നുള്ളതും പ്രധാനമാകുന്നു.
തീർച്ചയായും. കാരണം ഇത് ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് തന്നെ സർക്കാരുമായി അത്രയും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ബോർഡാണ്. മാത്രമല്ല ഇത്തരത്തിൽ ദേവസ്വം പ്രസിഡന്റ് അടക്കം ചോദ്യവിലയിൽ നിൽക്കും. കാരണം ദേവസ്വം പ്രസിഡന്റ് അറിയാതെ ഇത്തരത്തിലുള്ള വലിയൊരു കൊള്ള നടക്കുക എന്ന് പറയുന്നത് അത്ര സാധ്യമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു ഇടപെടലുകൾ പല തലത്തിൽ നിന്ന്, രാഷ്ട്രീയ തലത്തിലായിക്കോട്ടെ, അല്ല ഈ ദേവസ്വം ബോർഡിന്റെ തലത്തിൽ നിന്നായിക്കോട്ടെ, കൃത്യമായ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു ക്രമക്കേടിനെ ചുക്കാൻ പിടിച്ച ഒരാൾ എന്ന്, അതായത് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത ഒരാൾ എന്ന തരത്തിൽ മാത്രമേ മുരാരി ബാബുവിനെ കാണാൻ കഴിയുകയുള്ളൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ ഈ ഒരു ഗൂഢാലോചനയുടെ പിന്നിൽ പ്രവർത്തിച്ചവരിലേക്ക് എത്താനുള്ള ഒരു കൃത്യമായൊരു കണ്ണി എന്ന തലത്തിലായിരിക്കും ഇപ്പോൾ അന്വേഷണ സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഈ വലിയ വലിയ ബന്ധങ്ങളിലേക്ക് ഈ അന്വേഷണ സംഘത്തിന് എത്താൻ കഴിയുമോ എന്ന കാര്യം വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഈ ഒരു ക്രമക്കേട് നടക്കുന്ന സമയത്തും ഇപ്പോഴുമുള്ള സർക്കാർ സംവിധാനങ്ങൾ അതായത് അതേ സർക്കാർ തന്നെയാണ്, ഇടത് സർക്കാർ തന്നെയാണ് അന്നും ഇന്നും ഭരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ദേവസ്വം ബോർഡുമായി അത്രയും ചേർന്ന് നിൽക്കുന്നത്, അതായത് ഈ ഒരു അന്നത്തെ ദേവസ്വം പ്രസിഡന്റും മന്ത്രിമാരെല്ലാം ചോദ്യമുന്നയിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് അന്വേഷണം എവിടെ ചെന്ന് നിൽക്കും എന്നത് വലിയൊരു ആകാംക്ഷയാണ്. അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശം കൊണ്ടും ഉള്ളതിനാൽ ഇത്തരത്തിലുള്ള ഒരു യാതൊരു വിവരങ്ങളും പുറമേക്ക് എത്താൻ പാടില്ല. അതായത് വളരെ സൂക്ഷ്മമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള ഒരു അന്വേഷണം ആയിരിക്കണം എന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് ചെറിയ സമയം, അതായത് 6 ആഴ്ച കൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണം പൂർത്തിയാക്കേണ്ട ഒരു സമ്മർദ്ദവുമുണ്ട്. അതിനാൽ തന്നെ ഇത് കൃത്യമായ ഉന്നത തലങ്ങളിലേക്ക് എത്തുമെന്ന സൂചനയാണ് ഇപ്പോൾ ഇന്നത്തെ അറസ്റ്റ്, ഈ ഒരു മുരാരി ബാബുവിന്റെ അറസ്റ്റിലൂടെ വ്യക്തമാവുന്നത്. കാരണം ഈ ഒരു ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെയും ഒപ്പം കേരളത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അവിടെ സർക്കാർ സംവിധാനങ്ങളുടെ കർശന നിരീക്ഷണവും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു സ്ഥലത്ത് ഇങ്ങനെയൊരു തട്ടിപ്പ് നടക്കുക എന്ന് പറയുന്നത് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഒരു അന്വേഷണത്തിന്റെ ആവശ്യകത വലിയൊരു ആവശ്യകതയുണ്ട്. അതുകൊണ്ട് ഇതൊരു തുടക്കമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ അറസ്റ്റുകളും കൂടുതൽ നിർണായകമായ നീക്കങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അശ്വതി, അതാണ് ഇപ്പോൾ എന്തായാലും സാരംഗ് തുടരണം. ഈ മുരാരി ബാബുവിനെ ഇപ്പോൾ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. വൈദ്യപരിശോധനയാണ് നടക്കുന്നത്. വൈകുന്നേരത്തോടെ കോടതിയിൽ ഹാജരാക്കും. മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ നീങ്ങും അന്വേഷണ സംഘം എന്നുള്ളതാണ്. സാരംഗ്, നമുക്കറിയാം ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിച്ചിരിക്കുന്നത് ചെമ്പ് തകിടാണ്, സ്വർണ്ണമല്ല എന്ന് മഹസറിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്തത് മുരാരി ബാബു. അതാണ് ആദ്യത്തെ കുറ്റം. അങ്ങനെ എഴുതുമ്പോൾ മുരാരി ബാബു അത് എഴുതുമ്പോൾ ഒറ്റയ്ക്കായിരിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്ന കാര്യമാണ്. കാരണം ഒരാൾക്ക് അവിടെ തീരുമാനമെടുക്കാനൊന്നും പറ്റുന്ന ഒരു സ്ഥലമല്ല ശബരിമല എന്നുള്ളതും നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ സീക്രട്ടായി വേണം അന്വേഷണം എന്ന് പറയുമ്പോൾ, രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം എന്നൊക്കെ കോടതി നിർദ്ദേശമുള്ള അന്വേഷണമാണെങ്കിൽ പോലും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങേണ്ടതില്ലേ ശബരിമലയിൽ എത്തിച്ചു? അന്വേഷണ സംഘത്തിന് ഏറ്റവും വലിയ പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു കൊണ്ടുവരുന്നത്, അതായത് ഈ ഒരു മോഷണം പോയി എന്ന് പറയുന്ന ഈ ഒരു സ്വർണം കണ്ടെത്തുക എന്ന് തന്നെയാണ്. കാരണം ഇത് പല സംസ്ഥാനങ്ങളിലേക്കും എത്തിച്ചു എന്ന് വിവരങ്ങളുണ്ട്. ഒപ്പം തന്നെ ജീവനക്കാർക്ക് പകുത്തു നൽകിയെന്നും, അതായത് വീതം വെച്ച് നൽകിയെന്നടക്കമുള്ള വലിയ വെളിപ്പെടുത്തലുകളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയെന്ന സൂചനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു രഹസ്യ സ്വഭാവം എത്രത്തോളം സൂക്ഷിക്കാൻ കഴിയും എന്നത് വലിയൊരു ചോദ്യമാണ്. കാരണം ഇതിൽ പല തെളിവെടുപ്പിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ അത് എത്തരത്തിലായിരിക്കും ഈ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് സാധിക്കുക എന്നത് വലിയൊരു ചോദ്യമാണ്. മാത്രമല്ല ഈ ഒരു മണ്ഡലകാലം ആരംഭിക്കാൻ പോകുന്നു. ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ മണ്ഡലകാലം ആരംഭിക്കാൻ. അപ്പോൾ ആ ഒരു മണ്ഡലകാലത്തെ അടക്കം ഈ ഒരു അന്വേഷണം എങ്ങനെ ബാധിക്കും, ഈ ഒരു കാലഘട്ടത്തെ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം മോശമായി ബാധിക്കുമോ എന്ന കാര്യത്തിലൊക്കെ വലിയ ചോദ്യമുണ്ട്. കാരണം ഇത് മാത്രമല്ല, ഇതിനി തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുന്നു, രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവും. കാരണം ഇനി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരത്തിലുള്ള കൂടുതൽ അറസ്റ്റുകളിലേക്ക് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ഇത്തരത്തിലുള്ള ഈ മുൻപ് ഈ ദേവസ്വം പ്രസിഡന്റിലേക്കും പിന്നെ മുൻ ദേവസ്വം മന്ത്രിയിലേക്കടക്കം ഈ അന്വേഷണം ചെന്നെത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സർക്കാരിനടക്കം സമ്മർദ്ദത്തിലാക്കുന്ന കാര്യങ്ങളിലേക്ക് ഈ ഒരു അന്വേഷണം നീങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു രഹസ്യ സ്വഭാവം എത്രത്തോളം ഈ ഒരു കോടതിയുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഇങ്ങനെ അന്വേഷണം എങ്ങനെ പ്രാവർത്തികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു കാര്യത്തിൽ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. അവിടെ നടന്ന ഈ ഒരു സ്വർണം പൂശൽ എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയ എത്രത്തോളം അതിന്റെ പിന്നാമ്പുറങ്ങൾ അറിയേണ്ടതുണ്ട്. അതിന് അത്തരത്തിലുള്ള ഈ ഒരു പങ്കജ് ഭണ്ഡാരിയുടെ പശ്ചാത്തലവും പിന്നെ കൃപേഷ് എന്നൊരാളുടെ, അതായത് ബാംഗ്ലൂർ ബന്ധപ്പെടുത്തുന്ന ഇവരെയൊക്കെ നിയന്ത്രിച്ചിരുന്നു എന്ന് പറയുന്ന ആളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതൊരു വലിയ ബൃഹത്തായിട്ടുള്ള ഒരു
തട്ടിപ്പാണ് എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ഈ ഒരു ശബരിമല ക്ഷേത്രമായതുകൊണ്ടും ഈ കേരളത്തിൽ തന്നെ വിശ്വാസ സമൂഹം ഇത്തരത്തിൽ ഇങ്ങനെ ഈ ഒരു വിഷയം വളരെ സെൻസിറ്റീവായി എടുക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളികളുണ്ട്. കാരണം പ്രതിപക്ഷവും പിന്നെ BJP നേതൃത്വവും ഇതൊരു ഇത്തരത്തിൽ ഈ ഒരു പ്രശ്നം വലിയ രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാനും BJP ഇതൊരു ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവാനും ഒപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ ബാധിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. പക്ഷേ ഇത് തെളിവെടുപ്പുകൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് ഈ രഹസ്യ സ്വഭാവത്തിൽ നിന്ന് മാറി കുറച്ചുകൂടി കാര്യങ്ങൾ പുറമേക്ക് എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതിൽ സത്യം പുറത്തു കൊണ്ടുവരിക എന്നതായിരിക്കും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും വലിയ പ്രധാന ലക്ഷ്യം. സാരംഗ് സുധാകരനാണ് വിശദവിവരങ്ങൾ നൽകിയത്.